Hi guys, I'm Swalih and welcome back to my channel Malayali Master. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോഷോപ്പ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ ഫോട്ടോഷോപ്പാണ്. അപ്പം ആ ഒരു ഫോട്ടോഷോപ്പ് ആദ്യം തന്നെ പറയാം റാസ്റ്ററും വെക്ടറും തമ്മിലുള്ള വ്യത്യാസം. അതായത് റാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഇമേജ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ സാധാരണ ഒരു ഇമേജാണ്. പക്ഷെ വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സോഫ്റ്റ്വെയറുകളിൽ ക്രിയേറ്റ് ചെയ്ത് എടുത്താൽ നമ്മളൊരു പ്രത്യേക ഡിസൈനാണ് വെക്ടർ. അപ്പോൾ ഈ റാസ്റ്ററും വെക്ടറും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മൊബൈൽ ക്യാമറയിൽ എടുത്തൊരു ഫോട്ടോ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ വെക്ടർ അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിസൈനാണ് വെക്ടർ. അപ്പം അത് നമ്മൾ എത്ര സൂം ചെയ്താലും അതിൻ്റെ ക്ലാരിറ്റി എത്ര പെട്ടെന്ന് നഷ്ടപ്പെടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അഡോബ് ഇല്ലസ്ട്രേറ്റർ ആണ് ഒരു വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഇല്ലസ്ട്രേറ്റർ. അതേപോലെ തന്നെ അഡോബ് ഫോട്ടോഷോപ്പ് ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോഷോപ്പിനെ കുറിച്ചായിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള ഒരു സംഭവം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളൊരു വീഡിയോസ് എങ്ങനെ എവിടെ നിന്ന് കിട്ടും. അതായത് നമ്മൾ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 18,000 രൂപ പെർ ഇയർ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. അപ്പം അതെങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരൊക്കെ നേരെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ വീഡിയോ കാണുക. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോഷോപ്പ് പഠിക്കുക എന്ന് പറയുമ്പോൾ നല്ല ക്ഷമ വേണം ഗൈസ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. ഇപ്പം ഭയങ്കര എന്താ പറയുക, ചിലപ്പോൾ തലക്കൊക്കെ ഭ്രാന്ത് പിടിക്കും. പക്ഷേ സംഭവം സിമ്പിൾ ആപ്ലിക്കേഷനാണ്. നമ്മളെ വർക്കിൻ്റെ കോംപ്ലിക്കേഷൻസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലക്ക് അങ്ങനെ വർക്ക് ലോഡൊന്നും ആർക്കും വരാൻ ചാൻസ് ഇല്ല. അങ്ങനത്തെ ഭ്രാന്ത് പിടിക്കുന്ന പ്രശ്നമൊന്നും ആർക്കും വരില്ല. അപ്പം നമുക്ക് നേരെ ആദ്യം വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഗൈസ് ഇതെൻ്റെ PC സ്ക്രീനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നേരെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് 2019 CC 2019 വേർഷനാണ് ഫോട്ടോഷോപ്പ് ഉള്ളത്. ഇതിപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങളുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ടൈം എടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒരു സ്മൂത്ത് എഡിറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു Core i5 ഒരു 8GB റാമും പിന്നെ ഒരു 4GB ഗ്രാഫിക്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടുള്ള വർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു Core 2 Duo അതായത് i3-നേക്കാളും താഴെയുള്ളൊരു പ്രോസസ്സറാണ്. അത് 4GB റാം. പിന്നെ ഗ്രാഫിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്തൊരു സിസ്റ്റത്തിലാണ് ഞാൻ എൻ്റെ ഫോട്ടോഷോപ്പിൻ്റെ വർക്കും അതേപോലെ തന്നെ അഡോബ് പ്രീമിയർ പ്രോ ആഫ്റ്റർ എഫക്ട്സ് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ സംഭവം ഒക്കെ ചെയ്യുന്നത്. സംഭവം പറഞ്ഞാൽ നല്ല ടഫാണ് അതിൽ ചെയ്യാൻ, ഭയങ്കര ലാഗാണ്. പക്ഷേ നമ്മളിപ്പോൾ ബഡ്ജറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഒപ്പിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ വേറൊരു സിസ്റ്റത്തിലാണ്, എൻ്റെ സിസ്റ്റത്തിലല്ല. അപ്പോൾ ചെയ്യാനുള്ള ഒരു കാരണം കൂടി ഉണ്ട്. എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ബിക്കോസ് ഇതുപോലെയാണ് നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. ഇവിടെ കാണാം. അപ്പം ഇതിപ്പോൾ empty വിൻഡോ ആണ്. ഇത് സിസ്റ്റം കുറച്ച് സ്ലോ ആണ് ഇതും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തിട്ട് ഓപ്പണായി വരും. ഇതാ ഗൈസ് ഒരു മെനു ഓപ്പണായി വരാണ്ട്. ഓക്കെ ഗൈസ് ഇതാണ് മെനു. ഇത് മുമ്പ് ചെയ്ത കുറച്ച് വർക്കുകളാണ്. ഇതാരാ ഇത് അനിയൻ സാബിത്ത് ചെയ്ത കുറച്ച് സംഭവങ്ങളാണ്. അപ്പം നമുക്ക് ഒരു വർക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരുപാട് വർക്ക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഫയലിൽ സേവ് ചെയ്ത് വെച്ച് ഏതെങ്കിലും ആണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ ഓപ്പൺ കൊടുക്കാം. നമുക്ക് തൽക്കാലം സ്ക്രാച്ച് എന്ന് തുടങ്ങാം. അതായത് ഒന്നുമില്ലാത്തൊരു ബ്ലാങ്ക് പേജ് എന്നാണ് സ്ക്രാച്ച് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ക്രാച്ച് നിന്ന് ഒരു ഫയൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ക്രിയേറ്റ് ന്യൂ കൊടുക്കാം. ക്രിയേറ്റ് ന്യൂ കൊടുത്താൽ ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഡെഫോൾട്ടായിട്ടുള്ള ഒരുപാട് സൈസുകൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇത്
2080x720p, അതായത് 1280x720 പിക്സൽ, അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ ഒക്കെ തമ്പനയിലിൻ്റെ ആ ഒരു സൈസാണിത്. പിന്നെ 800x800, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് സ്ക്വയർ. ഇതിപ്പം നമ്മുടെ യൂട്യൂബ് തമ്പനയിലിൻ്റെ നേരെ പോർട്രേറ്റ് മോഡാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. നമുക്ക് ഫോട്ടോൻ്റെ ഓപ്ഷനിൽ പോയി അവിടെ ഡെഫോൾട്ടായിട്ട് കിടക്കുന്ന ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇതിനെ പ്രിൻ്റ്, ആർട്ട് ആൻഡ് ഇല്ലസ്ട്രേഷന്, വെബ്, മൊബൈൽ, ഫിലിം ആൻഡ് വീഡിയോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഓൾറെഡി പ്രീസെറ്റുകൾ ഉണ്ടാവും. അപ്പോൾ തൽക്കാലം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു യൂട്യൂബിൻ്റെ തമ്പനയിൽ തന്നെ ആയിക്കോട്ടെ. അപ്പം ഞാനിപ്പോൾ ഇവിടെ നമുക്കിവിടെ ഒരു നെയിം കൊടുക്കാം, യൂട്യൂബ് തമ്പനയിൽ. ഓക്കെ, പേര് കൊടുത്തു. ഇനി നമുക്കിവിടെ ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്നത് പിക്സലിലാണ്, അതായത് നമുക്ക് എത്ര പിക്സലാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കിത് ഇഞ്ചസ് ആയിരിക്കും നോർമലി ഫസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഫോട്ടോഷോപ്പിൽ ഉണ്ടാവുക. അപ്പോൾ അത് മാറ്റി പിക്സലിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വിഡ്ത്തും ഹൈറ്റും, അതായത് എത്ര റെസൊല്യൂഷൻ വേണം. അപ്പം ഇവിടെ നമുക്ക് 1280, അതേപോലെ തന്നെ ഇവിടെ 720 ആണ് നമ്മുടെ നോർമൽ റെസൊല്യൂഷൻ. അതപ്പോൾ സെറ്റ് ചെയ്തു. ഇനി ഇതെന്താ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്കിത് കണ്ടില്ലേ, ഇത് പോർട്രേറ്റ് മോഡിലാണ്, അതായത് കുത്താനുള്ളൊരു ഇമേജാണ് നമുക്ക് കിട്ടുക. അതായത് നമുക്ക് ഇത്ര നീളവും ഇത്ര വീതിയുള്ളൊരു ഒരു ക്യാൻവാസ്, ഒരു ഫ്രെയിമാണ് നമുക്ക് കിട്ടുക, ഒരു ബ്ലാങ്ക് പേജാണ്. അത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എഡിറ്റ് ചെയ്യണോ അതോ ചരിച്ച് വെച്ചിട്ട് ചെയ്യണോ, അതായത് ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് മോഡാണോ എന്നാണ് ഈ ചോദിക്കുന്നത്. തൽക്കാലം നമുക്ക് വേണ്ടത് യൂട്യൂബിലേക്കാണല്ലോ, അപ്പോൾ ലാൻഡ്സ്കേപ്പ് കൊടുക്കാം. ഓക്കെ കൊടുത്തു. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതും കാണാം. പിന്നെ കൊടുക്കാനുള്ളത് അതിൻ്റെ റെസൊല്യൂഷനാണ്. അപ്പം റെസൊല്യൂഷൻ നോർമലി ഒരു 70 ഒക്കെ കൊടുക്കാം. പിന്നെ ഈ 300 ഒക്കെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെക്സ് അടിക്കാനും അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി വർക്കുകളൊക്കെ സൂം എൻലാർജ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 300, അതേപോലെ തന്നെ 640 ആ ഒരു ലെവലിലേക്കൊക്കെ പോകുന്നത്. തൽക്കാലം നമുക്ക് വാട്സപ്പിലേക്കും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഇമേജസ് ആണെങ്കിൽ 70 മതി നോർമൽ. പിന്നെ അതേപോലെ തന്നെ കളർ മോഡ്, അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ്, യൂട്യൂബ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ, അതേപോലെ തന്നെ നമ്മുടെ ഡിവൈസുകളിൽ കാണാനുള്ള ഇമേജസ് ആണെങ്കിൽ RGB കളറിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. CMYK കളർ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ ഒരു ഇമേജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു പ്രൊഡക്റ്റിലേക്കോ അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലെക്സിലേക്കോ അല്ലെങ്കിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്ത പ്രൊഡക്റ്റായിട്ട് ഔട്ട് എടുക്കാനുള്ള സംഭവങ്ങളാണെങ്കിൽ നമ്മൾ ഈ CMYK കളർ സെലക്ട് ചെയ്യണം. എനിവേ RGB കളറാണ് കുറച്ചുകൂടി ഒരു കളർ ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത്. അപ്പം അതാണ് സംഭവം. പിന്നെ ഇവിടെ ബിറ്റ് ചോദിക്കുന്നുണ്ട്, 8 ബിറ്റ് ആണോ 16 ബിറ്റ് ആണോ. അപ്പം അതതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ബിറ്റ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഡെഫോൾട്ടായിട്ട് 8 ബിറ്റ് തന്നെ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടൻറ്റ്, അതായത് നമ്മളൊരു ഈ ഫ്രെയിം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ വൈറ്റിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ഫ്രെയിം ഓപ്പൺ ചെയ്തു, ലോഡാവുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത ഈ ഒരു ഫ്രെയിം. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഡെഫോൾട്ടായിട്ട് വൈറ്റ് ആണ്. അപ്പം ഞാൻ നേരത്തെ അവിടെ വൈറ്റ് സെലക്ട് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പം ഞാനിപ്പോൾ അതിന് പകരം പുതിയൊന്ന് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പുതിയൊന്ന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വൈറ്റിൽ മാറ്റിയിട്ട് ബ്ലാക്കിലേക്ക് കൊടുത്താൽ നമുക്ക് നേരെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ട് വരും. ഇനി അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളർ കൊടുക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറിൽ പോയിട്ട് നമുക്കിവിടെ കളർ ഒരു ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബ്ലൂ ഒരു ലൈറ്റായി കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള ഒരു ബ്ലൂ സെറ്റ് ചെയ്ത് ഓക്കെ ക്രിയേറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ടു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ബ്ലൂ കളറ്. പിന്നെ ഇതിലുള്ള മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഇമേജസ് നമുക്ക് ഒരേ ടൈമിൽ ഇതിൽ ഓപ്പൺ ചെയ്ത് വെക്കാം. അതായത് നമ്മുടെ സിസ്റ്റത്തിലൊക്കെ നമ്മളൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചു, ഒരു ദിസ് ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചു, തൊട്ട സൈഡിൽ തന്നെ നമ്മൾ ഇപ്പുറത്ത് വേറെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചു, എന്നിട്ട് രണ്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ. അതേപോലെയാണ് നമ്മുടെ ഫോട്ടോഷോപ്പിലും വരുന്നത്. ഇത് കണ്ടോ, ഇവിടെ ടോപ്പിൽ ഓരോ പേജസ് അലൈൻ ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതായത് ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്ത വർക്കാണ്. ഇവിടെ ഇതാണ് നമ്മൾ ബ്ലൂ കളറിൽ സെറ്റ് ചെയ്തത്. പിന്നെ ഇതിന് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്ത വൈറ്റ് കളറിലൊന്നും ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതാണ് ഇത്.
ഇതിപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റിയതാണ്. ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡറൊക്കെ മാറ്റാം. അപ്പോൾ അതിലേക്കും ഈ ഹെഡിങ്ങിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മൾ ചെയ്ത് വെച്ച 2 പ്രൊജക്റ്റിലേക്ക്, 2 അല്ല എത്ര പ്രൊജക്റ്റ് ഉണ്ടോ അത്ര എണ്ണത്തിലേക്ക് അങ്ങോട്ട് പോകാൻ കഴിയും. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ബ്ലൂ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള ക്രോസ് മാർക്ക് ക്ലിക്ക് ചെയ്താൽ അതങ്ങ് ഡിലീറ്റ് ആയി. ഓക്കെ ഗൈസ്, പിന്നെ അതാണ് ഇതിൻ്റെ സംഭവം. പിന്നെ നമുക്കിവിടെ ഈ ഒരു ലെയർ, നമ്മൾ ഈ ഫോട്ടോഷോപ്പ് എന്ന് വെച്ചാൽ ലെയർ ആയിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് പോകുന്നത്. അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്താൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അത് വൈറ്റ് കളർ, ഓക്കെ, അതൊരു ലെയർ. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഇമേജ് കൊണ്ടുവന്നാൽ അത് വേറൊരു ലെയർ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ മേലേക്ക് വേറെ എന്തെങ്കിലും കളർ ഗ്രേഡിങ്ങോ മാസ്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് വേറൊരു ലെയർ. അങ്ങനെ ഓരോന്നും സിംഗിൾ ലെയറായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് ആ ഒരു ലെയറിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. മറ്റേത് എല്ലാം കൂടി ഒറ്റ ലെയറിൽ വർക്ക് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു സംഭവം എന്തെങ്കിലും ഒരു സംഭവം ഡിലീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നോ തോന്നിയാൽ ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഓരോ ലെയറിലാണെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഈ ലെയറിൻ്റെ തൊട്ടപ്പുറത്ത് വിസിബിലിറ്റി ബട്ടൺ ഓൺ ചെയ്ത്, സോറി ഇവിടെ ലോക്കാണ്. ഈ ലോക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് വെച്ചു, അതായത് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊന്നും കഴിയില്ല, കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊന്നും കഴിയില്ല, കാരണം അത് ലോക്കാണ്. അപ്പോൾ ആ ഒരു ലോക്ക് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ കണ്ടോ, അപ്പോൾ അങ്ങനെ നമുക്ക് ലോക്ക് ചെയ്തിടാം. അപ്പോൾ തൽക്കാലം ഇത് ലോക്ക് ചെയ്തിടാണ്. അപ്പോൾ നമുക്കിത് ലോക്ക് ചെയ്തിടാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ വേറെയും ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതായത് നമുക്ക് ഇതുണ്ടോ, ഈ ഒരു ലെയർ ഒന്നായിട്ട് ഹൈഡ് ചെയ്യാം, വിസിബിൾ ആക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ടൂൾസ് ഉണ്ടോ, ഇവിടെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫോട്ടോഷോപ്പിലെ ടൂൾ ബാർ. പിന്നെ ആ ഒരു ടൂൾ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇവിടെ ഈ ഒരു ടോപ്പിൽ കാണിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഇവിടെ കൊടുത്തു, അപ്പോൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണ് ഇവിടെ. അതായത് അതിൻ്റെ സൈസ്, അതിൻ്റെ ഡിസ്റ്റൻസ്, അതേപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ. അതേപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസാണ്, അലൈൻമെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് നമ്മുടെ കളർ പാലറ്റ്, നമ്മുടെ കളർ സെലക്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ഓരോ പാനലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, അഡോബ് സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെ പ്രത്യേകത. അതായത് ഇപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പാനൽ എനിക്കിപ്പോൾ ഇവിടാണുള്ളത്. അപ്പോൾ എനിക്കത് അവിടെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നേരെ ഇങ്ങ് പറിച്ചിങ്ങോട്ട് എടുക്കാം. എന്നിട്ട് വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി അങ്ങ് ഫിക്സ് ചെയ്യാമല്ലോ, ഉണ്ടോ, ഇവിടെ കൊണ്ടുപോയി വെക്കാം. ഇനിയിപ്പോൾ അത് വേണ്ട, അവിടെ തന്നെ വെക്കാനാണെങ്കിൽ അവിടെ തന്നെ വെക്കാം, ഉണ്ടോ. ഇനി അതെനിക്ക് തീരെ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നേരെ അതിൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് ക്ലോസ് അടിക്കാം. അപ്പോൾ അത് പോയി. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ നമുക്കിവിടെ ലെയേഴ്സ്, ചാനൽ, പാത്ത്, ഇതൊക്കെ മാത്രം മതി. അപ്പോൾ ലെയേഴ്സാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് എന്തെങ്കിലും കുറവുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇതാ ഈ ടൂൾ ബാർ ഞാനിങ്ങനെ എടുത്തു, അതങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ ടൂൾ ബോക്സ് കാണുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ നേരെ ടോപ്പിൽ വിൻഡോയിൽ പോയാൽ നമുക്ക് എല്ലാ ബാറും ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ ഓപ്പൺ ആയി കിടക്കുന്ന ബാർസ് മാത്രമാണ് ഇവിടെ ടിക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ടൂൾ ബാർ എവിടെയാണെന്ന് പോയി നോക്കാം. ടൂൾ ബാർ വന്നല്ലോ. ഓക്കെ, നമ്മളിവിടെ കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്തു. നമുക്ക് ആവശ്യമില്ല, അതങ്ങ് ക്ലോസ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ടൂൾസും അതേപോലെ കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും അതേപോലെ നമുക്ക് വിൻഡോയിൽ വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോൾ ഞാനെടുത്ത് ഇങ്ങോട്ട് വെച്ച്, ലെയർ എടുത്ത് ഇവിടേക്ക് വെച്ചു, ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ച്, പാത്തെടുത്ത് വേറെ സ്ഥലത്തേക്ക് വെച്ചു, ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ച്. അപ്പോൾ ആകെ കൂടി അലങ്കോലായി കിടക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ ഒറിജിനൽ പൊസിഷൻ ഏടാന്ന് ഒരു പിടുത്തമില്ല. ഇതെങ്ങനെ വെച്ചാലും ഒരു മെനയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, നേരെ വിൻഡോസിൽ വരിക, വർക്ക് സ്പേസിൽ വരിക, അതിനുശേഷം നേരെ റീസെറ്റ് എസെൻഷ്യൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിൽ അങ്ങ് ക്ലിക്ക് ചെയ്താൽ എല്ലാം പഴയ പോലെ ആയി. അപ്പം ഈ ഒരു വിൻഡോ എനിക്ക് ആവശ്യമില്ലാത്തതാണ്, ഞാൻ ക്ലോസ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ടാബിൻ്റെ ഗ്രൂപ്പ് മൊത്തം, അതായത് 3 എണ്ണം ഉണ്ട്, ഇത് മൊത്തം എനിക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അതങ്ങ് എടുത്ത് ഞാൻ ഒഴിവാക്കി.
അപ്പോൾ എനിക്ക് നോർമലി വർക്ക് ചെയ്യാനിപ്പോൾ ഇത് മാത്രം മതി. അപ്പം നമ്മളിനി കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് എങ്ങനെ ഒരു ഫോട്ടോ, അതായത് ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. ഫസ്റ്റത്തെ ഫയലിൽ പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇതാ ഇമ്പോർട്ട് പ്രസ് ചെയ്തിട്ട് എന്താണോ വേണ്ടത് എടുക്കാം. നമുക്കിത് ഓപ്പൺ പോവാം. നമ്മൾ ഇമേജ് ഏതാണോ നമ്മുടെ ഇമേജ് എന്ന് വെച്ചാൽ നമുക്കത് ഫയലിൽ പോയിട്ട് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു സിമ്പിളായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നുണ്ട്, ഒരു ടെക്സ്ചർ. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ലോഡാകുന്നുണ്ട്. സിസ്റ്റം ഭയങ്കര സ്ലോ ആയതുകൊണ്ട് കുറച്ചൊന്ന് ലോഡായ ടൈം എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഇമേജിലേക്കല്ല, നമ്മുടെ ഈ ഒരു ക്യാൻവാസിലേക്കല്ല അത് കിട്ടിയത്. അത് വേറൊരു ഇമേജായിട്ട്, സെപ്പറേറ്റ് ഒരു ഇമേജായിട്ടാണ് അത് ഓപ്പൺ ആകാനായിട്ടുള്ളത്. നമുക്കത് ഇവിടെ തന്നെ കിട്ടണം. നമ്മളെന്താ ചെയ്യുക, നമുക്കൊന്നെങ്കിൽ ഈ ഒരു ലെയർ ഇതേപോലെ എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഇവിടെ വന്നിട്ട് ഇതിലങ്ങ് വെക്കാം. ഇപ്പോൾ കണ്ടോ ഇവിടെ വന്നത്. ഇനി അതല്ല, നമ്മൾ നേരെ മൂവ് ടൂൾ സെലക്ട് ചെയ്യാം. മൂവ് ടൂൾ സെലക്ട് ചെയ്താൽ നമുക്കിതാ ഇതുണ്ടോ, കൺവേർട്ട് ടു നോർമൽ ലെയർ. ഓക്കെ കൊടുത്താൽ ഇതൊരു നോർമൽ ലെയറായി മാറി. കണ്ടോ, നേരെ മൂവ് ചെയ്ത് കുറച്ച് നേരം ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, തിരിച്ച് വരിക, ഇവിടെ കൊണ്ടുവരിക, അങ്ങ് വിടാം, റിലീസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇവിടെ വർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു ലെയർ വിസിബിലിറ്റി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാം. അപ്പം ഈ മൂവ് ടൂളിൻ്റെ ഉപകാരം എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്തത് ആർട്ട് ബോർഡാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു ഫോട്ടോഷോപ്പിലുള്ള ഈ ഒരു ക്യാൻവാസിന് നമ്മൾ പറയുന്ന പേര് ഈ ഒരു സ്പേസിന് പറയുന്ന പേരാണ് ക്യാൻവാസ് ഫോട്ടോഷോപ്പിൽ. പക്ഷേ നമ്മൾ അഡോബ് ഇല്ലസ്ട്രേറ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലൊക്കെ നമ്മൾ ആർട്ട് ബോർഡ് എന്നാണ് പറയുക. ആർട്ട് ബോർഡ്, അതായത് ആ ഒരു ആർട്ട് ബോർഡ് വെച്ച് നമ്മൾ ഒരു സ്പേസ് അങ്ങ് വരച്ചാൽ നമുക്കതൊരു ആർട്ട് ബോർഡായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ചെറിയൊരു ക്യാൻവാസ്, അതാണ് ഈ ഒരു ആർട്ട് ബോർഡ് വെച്ച് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തൽക്കാലം അത് വേണ്ട. നമുക്ക് എന്ത് വർക്ക്, പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വർക്ക് ചെയ്തു ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയി, കുറച്ചൊന്ന് താന്നുപോയി, അപ്പോൾ നമുക്കിത് ഇങ്ങനെ കറക്റ്റ് പൊസിഷൻ ആക്കിങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒറ്റ വട്ടല്ലേ, നേരെ Ctrl+Z അടിക്കുക. തൊട്ട് മുമ്പത്തെ പ്രോസസ്സ് ഏതാണോ അതിലേക്ക് ജമ്പ് ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഇത് നമ്മൾ ഈ ലെയറിലേക്ക് എടുത്തല്ലോ, അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം ക്ലോസ് ചെയ്യാം, ആവശ്യമില്ല. കൊടുത്തു. ഇനി നമുക്ക് മാർക്ക് ടൂൾ. അപ്പോൾ ഇതുണ്ടോ, ഓരോ കീൻ്റെ മേലെയും വെക്കുമ്പോൾ നമുക്കിവിടെ കാണിക്കും റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ, ഷോർട്ട് കട്ട് M, അതേപോലെ തന്നെ മൂവ് ടൂൾ, ഷോർട്ട് കട്ട് V. ഈ ഒരു ഷോർട്ട് കട്ട്സ് ഒക്കെ നിങ്ങൾ പഠിച്ചെടുത്താൽ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിളായിട്ട് പണി തീരും ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ. അപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ സിസ്റ്റത്തിൽ എന്താണ് ഞാൻ ഈ ഫസ്റ്റത്തെ ട്യൂട്ടോറിയൽ കാണിക്കാത്തത്. ഇതാണ് പ്രശ്നം. എൻ്റെ സിസ്റ്റത്തിൽ ഓരോ ടൂൾസിൻ്റെ മേലെ വെക്കുമ്പോൾ ഈ ഒരു ഇമേജ് വരില്ല, ഈ ഒരു ടൂൾസിൻ്റെ ഓപ്ഷൻ വരില്ല. എൻ്റെ ഫുള്ളൊരു ബ്ലാങ്ക് വൈറ്റ് പേജാണ് വരിക. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റത്തെ ട്യൂട്ടോറിയൽ ഇത് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റത്തെ ഞാൻ ഇങ്ങനെ കാണിച്ചത്. ഇനി മുതൽ അങ്ങോട്ട് എൻ്റെ സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കും ഇത് ചെയ്യുക. കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തിനാണ് ഞാനിപ്പോൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ നോക്കിയിട്ട് ഏതാണൊക്കെ ടൂൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം. പിന്നെ രണ്ടാമത്തേതാണ് റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഏരിയ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു സംഭവം ഡിലീറ്റ് ചെയ്തതാണ്. ഞാനിപ്പോൾ ഇതിപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് ചുറ്റും സർക്കിളായിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ എടുത്ത് നേരെ വന്ന് സെലക്ട് ചെയ്തു, എന്നിട്ട് അതങ്ങ് ഡിലീറ്റ് അടിച്ചാൽ ഹതം ഹോ ഗയാ, അത് പോയി. നേരെ വന്നു. ഇനി അതല്ല, നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു ഏരിയ മാത്രമാണ് കളയേണ്ടത്. അപ്പോൾ അവിടെ ഡ്രോ ചെയ്തു, ഡിലീറ്റ്, അത് പോയി. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെലക്ഷൻ നേരെ, അപ്പോൾ ഈ ഇത്രയും ഭാഗം മാത്രം എനിക്ക് വേണം, ബാക്കിയുള്ള ഭാഗമൊക്കെ പോട്ടെ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം, അതായത് ഏത് സെലക്ഷൻ ആയാലും ഇതുപോലെ സെലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ നേരെ റൈറ്റിലേക്ക് അടിച്ചിട്ട് സെലക്ട് ഇൻവേഴ്സ് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത്രയും ഭാഗം സെലക്ട് ആയിട്ടില്ല, ബാക്കി ഭാഗമൊക്കെ പുറത്തൊരു ഔട്ട്ലൈൻ സെലക്ഷൻ വന്നിട്ടുണ്ടാവും. അതാണ് സംഭവം.
അത് ചെയ്ത് നമ്മൾ നേരെ ഡിലീറ്റ് ചെയ്താൽ അത്രയും ഭാഗം പോയി. ഇതിനകത്തുള്ളത് മാത്രം സെലക്ഷൻ വരാത്ത ഭാഗം അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഈ സെലക്ഷൻ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കീബോർഡിൽ Ctrl+D, നിങ്ങൾ ഈ ഷോർട്ട് കട്ടൊക്കെ ഒന്ന് എഴുതി വെക്കുക, ഒരു ബുക്കിലൊക്കെ എഴുതി വെക്കുക. Ctrl+D ആണ് സെലക്ഷൻ റിമൂവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. ഇനി അതാണ് ഈ റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ. അതേപോലെ തന്നെ നമുക്കിതിൽ സർക്കിൾ വേണമെങ്കിൽ സർക്കിൾ വരയ്ക്കാം. ഇതിപ്പം സർക്കിൾ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിലല്ല വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് പ്രൊപ്പോർഷൻ ആക്കണം. എന്താ ചെയ്യാം, നമുക്കിവിടെ വെക്കുമ്പോൾ തന്നെ ഒരുപാട് റെഡ് ലൈൻസ് ഒക്കെ വരുന്നതിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂളേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ എന്താ ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഷിഫ്റ്റ് കീ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് നമ്മളിതാ ഡ്രാഗ് ചെയ്താൽ നമുക്ക് കറക്റ്റ് പ്രൊപ്പോർഷനിലുള്ള സർക്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം സെലക്റ്റായി. ഇനി നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്തുള്ള ഭാഗമൊക്കെ ഡിലീറ്റ് ആയി. ഇനി നമുക്ക് നേരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തുള്ള ഭാഗം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ സെലക്ഷൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ഇൻവേഴ്സ് കൊടുക്കുക. അപ്പം പുറത്ത് ഒരു ഔട്ട്ലൈൻ സെലക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗമാണ് സെലക്ട് ആയത്, ഈ ഭാഗം സെലക്ട് ആയിട്ടില്ല എന്നാണ് അർത്ഥം. അതായത് നമ്മളൊരു നടുവിൽ നിൽക്കുന്ന ഒരു വീടിൻ്റെ ചുറ്റും വേലി കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇനി നമ്മൾ നേരെ ഡിലീറ്റ് കൊടുത്താൽ അതിൻ്റെ ചുറ്റുമുള്ളതൊക്കെ ഡിലീറ്റ് ആവും. ഓക്കെ, നമ്മൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും, ഞാനിപ്പോൾ ഈ ഒരു ലെയറിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഒരു ലെയർ സെലക്റ്റഡ് ആയിരിക്കണം, എന്നാലേ നമുക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് തൽക്കാലം Ctrl+D അടിച്ചു, നമുക്കിത് കിട്ടി. പിന്നെ അടുത്തതുള്ളത് ലാസോ ടൂൾ. ഇതിൻ്റെ യൂസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് നമുക്ക് ഈ ഒരു ഇമേജ് പോരാ, തൽക്കാലം നമുക്ക് അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമുക്ക് വേറൊരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. ഓപ്പണിൽ പോവാം. നല്ല ചൂടെടുക്കുന്നുണ്ട്. ഇപ്പം നോയ്സിൻ്റെ പ്രശ്നമുള്ള ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാനൊക്കെ ഓഫ് ചെയ്ത് നല്ല ചൂടെടുക്കുന്നുണ്ട്. തൽക്കാലം നമുക്കൊരു പേഴ്സൻ്റെ ഇതെടുക്കാം. നമ്മൾ ഓപ്പണിൽ പോയിട്ട് നമുക്ക് നേരത്തെ ഡൗൺലോഡ് ചെയ്തൊരു ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ ലാസോ ടൂൾ. അപ്പോൾ ഈ ഒരു ലാസോ ടൂളിൻ്റെ ഉപകാരം, പിന്നെ ഇത് ഒരു സിംഗിൾ ടൂളല്ല. അപ്പോൾ ഇത് നമ്മളിവിടെ ഈ ചെറിയൊരു ആരോ കണ്ടോ, എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് സബ്ബായിട്ട് വേറെയും ടൂൾസ് ഉണ്ട്. അപ്പോൾ അത് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് മൗസ് കൊണ്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് വരും. പിന്നെ ലാപ്പിലാണെങ്കിൽ ചിലപ്പോൾ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓപ്ഷൻസ് വരും. റൈറ്റ് ബട്ടൺ ആണെങ്കിൽ ജസ്റ്റ് സിംഗിൾ ക്ലിക്ക്, ലെഫ്റ്റ് ബട്ടൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഈ ലാസോ ടൂളിൻ്റെ അകത്ത് വേറെയും കുറേ സബ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ലാസോ ടൂൾ സെലക്ട് ചെയ്തു. എൻ്റെ ഷോർട്ട് കട്ട് L ആണ്. അതായത് നമുക്ക് ഇതാ ഈ ഒരു ഇമേജ് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഫ്രീ ആയിട്ട് ഇതേപോലെ അങ്ങ് വരച്ചെടുക്കാം. നമ്മളെങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ നോക്കിയാലും പെർഫെക്റ്റ് ആവില്ല, കണ്ടോ. ഇനി ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇത് വേർതിരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, Ctrl+J പ്രസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്ത അകത്തുള്ളത് മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരും. അത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഷോർട്ട് കട്ടാണ് Ctrl+J. ആ ഒരു ഭാഗം മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരും നമ്മൾ സെലക്ഷൻ്റെ ഉള്ളിലുള്ളത്. നമുക്ക് ഇതാണ് നമ്മളിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്ന ഒരു ഇമേജ്. അടിയിലുള്ളത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് തൽക്കാലം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തപ്പോൾ കണ്ടോ ഈ ഒരു ഇമേജ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് തൽക്കാലം നമുക്കതൊന്ന് എടുത്തിട്ട് മാറ്റി വെക്കാം. ഞാനത് അവിടെ നിന്ന് എടുത്തു, നമ്മുടെ പഴയ ക്യാൻവാസിലേക്ക് കൊണ്ടുവന്ന് ഇട്ടു. ഓക്കെ, ഇനി അടുത്ത ടൂൾ എന്താണെന്ന് വെച്ചാൽ ലാസോ ടൂൾ, പോളിഗൺ ലാസോ ടൂൾ.
ഈ ടൂൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയതാണ്. പക്ഷേ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക, എന്നാൽ നമുക്ക് നേരതാ ഒന്ന് ക്ലിക്ക് ഒന്നും ചെയ്യാതെ മൗസ് കൊണ്ട് ഇങ്ങനെ പോയി അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകാൻ കഴിയും. ഇതിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയട്ടോ. ഞാനിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു റഫായിട്ട് ചെയ്തു പോവുകയാണ്. നിങ്ങൾക്കൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടി റഫായിട്ട് ചെയ്തു പോവുകയാണ്. അപ്പം ടൈം എടുത്ത് ഇരുന്നാൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ സെലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സെലക്ഷൻ അകത്തുള്ളത് മാത്രം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഷോർട്ട് കട്ട് എന്താ നേരത്തെ പറഞ്ഞത്? കൺട്രോൾ ജെ പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. ഇനി ബാക്ക്ഗ്രൗണ്ട് ലെയർ ഹൈഡ് ചെയ്തപ്പം നമുക്കിതാ ഈ ഒരു ലെയർ മാത്രമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ലെയർ മാത്രമായിട്ട് ഇവിടെ കിട്ടി. ഇനി നമുക്കത് നേരെ അപ്പുറത്തെ ക്യാൻവാസിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് മൂവ് ടൂള് പ്രസ് ചെയ്തു, ഓക്കെ കൊടുത്തു. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് വി അടിക്കുക. എന്നിട്ട് നമുക്ക് നേരെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ട് കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അടുത്ത ക്യാൻവാസ് വരും. എന്നിട്ട് നേരെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൂളിനെ കുറിച്ച് പഠിക്കാം. അടുത്ത ടൂൾ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ലേസോ ടൂൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത അറിയാം, നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും. ഇത് പിന്നെ കണ്ടോ, ഞാനിപ്പോൾ സൂം ചെയ്തത്. ഈ ഒരു സൂം എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കീബോർഡിലുള്ള ഓൾട്ട് കീ ഞെക്കി പിടിക്കുക. ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. നമ്മുടെ മൗസ് എവിടെയാണോ നമ്മുടെ പോയിൻ്റർ വെക്കുന്നത് അതാണ് സെൻറ്റർ പോയിൻ്റ് ആയിട്ട് വരിക. ഞാനിപ്പോൾ ഇതൊക്കെ ഈ മൗത്തിൻ്റെ ഭാഗത്ത് വെച്ചു, സൂം ചെയ്തു. കണ്ടോ, ആ ഒരു പോയിൻ്റാണ് സെൻറ്റർ പോയിൻ്റ് ആയിട്ട് വരിക. ഇങ്ങനെ കാണിച്ചു തരാം. മാഗ്നറ്റിക് ലേസോ ടൂൾ നമ്മൾ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തു. നമ്മളിങ്ങനെ മൗസ് ഇങ്ങനെ പിന്നെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാതെ നമ്മൾ കൊണ്ടുപോകുന്നതിനനുസരിച്ച് കണ്ടോ, നമ്മൾ കുറച്ചൊന്ന് വിട്ടുകയായിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ ഒരു ലൈന് കറക്റ്റ് ആ ഒരു എഡ്ജ് നോക്കിയിട്ട് അങ്ങ് ഒട്ടിപ്പിടിക്കുക. കറക്റ്റായിട്ട് ഒട്ടിപ്പിടിച്ച് അങ്ങനെ പോകുന്നതാണ്. ഒരു കളർ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അപ്പുറത്തുള്ള ബ്ലാക്ക് ഇപ്പുറത്തുള്ള വൈറ്റും ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്തിട്ട് കണ്ടോ, ഇപ്പം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അതാണ് മാഗ്നറ്റിക് ലേസോ ടൂൾ. നമുക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ഇതേപോലെ കൺട്രോൾ ജെ അടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയും. കുറച്ചൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയിരിക്കുന്നു. അത് ഞാൻ സൂം ചെയ്തതിലുള്ള പ്രശ്നമാണ്. നമുക്ക് അങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവാം. ഓക്കെ, നമ്മൾ അവസാനം കൊണ്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് നമുക്ക് സൂം ഔട്ട് ചെയ്താൽ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിക്കണം. ഞാൻ സൂം ചെയ്തെടുത്തുള്ള പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെലക്ട് ചെയ്ത ലെയർ നമുക്ക് നേരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. കൺട്രോൾ ജെ, ബാക്ക്ഗ്രൗണ്ട് ഹൈഡ് ചെയ്തു. അത് നമുക്ക് നേരെ വി പ്രസ് ചെയ്യാം, അതായത് മൂവ് ടൂൾ. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ ഈ ലെയർ അപ്പുറത്തെ ക്യാൻവാസിലേക്ക് എടുക്കാം. ക്യാൻവാസിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു. നമുക്ക് നേരെ ബാക്ക്ഗ്രൗണ്ട് ലെയർ അങ്ങ് ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഓപ്ഷൻസ് കിട്ടുന്നത്. നമ്മൾ മൂവ് ടൂളിൽ വെച്ചിട്ട് അങ്ങോട്ട് മൂവ് ചെയ്താൽ ഇതിലേതാണ് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് കണ്ടോ. നമുക്ക് ആ ഓരോ ടൂളിൻ്റെയും ഓരോ പെർഫോമൻസ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ലേസോ ടൂളിൻ്റെ ഉപകാരം. പിന്നെ അടുത്തതുള്ളത് നമുക്ക് നേരെ ക്വിക്ക് സെലക്ഷൻ ടൂൾ, അതേപോലെ തന്നെ മാജിക് വാൻഡ് ടൂൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മാജിക് വാൻഡ് ടൂളിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ സെലക്ട് ചെയ്തു, ക്വിക്ക് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തു. നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത് ശേഷം നമുക്കിതാ ഇതേപോലെ ഒരു വര വരച്ചാൽ ഇത്രയും ഭാഗം സെലക്റ്റായി. ഇപ്പോൾ ഇത് മൊത്തമായിട്ട് അങ്ങ് സെലക്ട് ചെയ്തു. അപ്പോൾ കണ്ടോ, കറക്റ്റ് ഈ ഒരു കളർ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ഈ എഡിറ്റ് കറക്റ്റായിട്ട് അങ്ങ് സെലക്റ്റായി. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യണം, ഈ സെലക്ഷൻ്റെ അകത്ത് വെച്ചിട്ട് സെലക്ട് ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ നേരെ എന്താ സംഭവിക്കുക, സെലക്ട് ചെയ്ത ഭാഗം ഒഴിവായിട്ട് അതിന് ഓപ്പോസിറ്റുള്ള ഭാഗങ്ങളൊക്കെ സെലക്റ്റായി. അതായത് ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് സെലക്റ്റായി കിട്ടി. നമുക്ക് നേരെ കൺട്രോൾ ജെ അടിച്ചാൽ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ഫോട്ടോഷോപ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സ്കില്ലനുസരിച്ച് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും.
അപ്പം ഞാൻ മോസ്റ്റ്ലി ചെയ്യൽ ഇതേപോലെ തന്നെ ക്വിക്ക് സെലക്ഷൻ ടൂളും മാജിക് ബാൻഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ ഒബ്ജക്ട്സ് ഒക്കെ, അതായത് ഇപ്പോൾ ഇത് ഫുള്ള് വൈറ്റ് ആണല്ലോ, അപ്പോൾ ഇത് ഒക്കെ സിംഗിൾ കളറാണ്. അപ്പോൾ അത് എടുക്കാൻ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയത് മാജിക് ബാൻഡ് ടൂളാണ്. മാജിക് ബാൻഡ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരൊറ്റ ക്ലിക്ക് ചെയ്താൽ ആ ഒരു കളറുള്ള ഫുൾ ഏരിയ സെലക്ട് ആവും. അതായത് ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ക്ലിക്ക് ചെയ്തു, സെലക്ഷൻ ഒഴിവാക്കി Ctrl D പ്രസ് ചെയ്ത് സെലക്ഷൻ ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മൾ നേരെ ഇവിടെ ബ്ലാക്ക് പ്രസ് ചെയ്തു. അപ്പോൾ ബ്ലാക്ക് ഉള്ള ഏരിയ ഫുള്ള് സെലക്ട് ആയതുണ്ടോ, അതാണ് മാജിക് ബാൻഡ് ടൂൾ. അപ്പോൾ നമുക്കൊരു ഇതുപോലത്തെ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നത് സിമ്പിളാണ്. മാജിക് ബാൻഡ് ടൂൾ എടുക്കുക, അതിൻ്റെ ഷോർട്ട് കട്ട് W ആണ്. ജസ്റ്റ് ഒറ്റ ക്ലിക്ക് ഫുൾ സെലക്ട്. നമ്മൾ നേരെ സെലക്ട് ഇൻവേഴ്സ് എടുക്കുക, അതായത് നേരെ ഓപ്പോസിറ്റ് സെലക്ട് ചെയ്യുക, Ctrl J, ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ അങ്ങ് ഹൈഡ് ചെയ്യാം. ഉണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ അപ്പോൾ നമ്മൾ 4 ടൂൾസ് പഠിച്ചു കഴിഞ്ഞു. അതായത് മൂവ് ടൂള്, റെക്റ്റാങ്കിൾ മാർക്ക് ടൂള്, ലാസോ ടൂള്, അതേപോലെ തന്നെ മാജിക് ബാൻഡ് ടൂൾ. ഇനി അടുത്തത് ക്രോപ്പ് ടൂളാണ്. ക്രോപ്പ് ടൂൾ അത് പ്രസ് ചെയ്താൽ അതിൽ നമുക്ക് സബ് ഓപ്ഷൻസ് ഉണ്ട്. ക്രോപ്പ്, പെർസ്പെക്റ്റീവ്, സ്ലൈസ്, സെലക്ട്. അപ്പോൾ ഈ സ്ലൈസും സ്ലൈസ് സെലക്റ്റും ഒന്നും അധികം ആരും യൂസ് ചെയ്യാറില്ല. പല സ്ഥലത്തും ഞാനത് എനിക്ക് എന്താണ് അതിൻ്റെ ഉപകാരം എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പല സ്ഥലത്തും ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ ഈ ക്രോപ്പ് ടൂൾ, അതായത് നമുക്ക് ഈ ഒരു ഇമേജ് മാത്രം, സബ്ജക്റ്റ് മാത്രം നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ കഴിയും. നമുക്ക് ഇതുപോലെ ക്രോപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നേരെ എൻ്റർ പ്രസ് ചെയ്യാം. എൻ്റർ പ്രസ് ചെയ്താൽ നമുക്ക് ക്രോപ്പായി കിട്ടും. നേരെ Ctrl Z പ്രസ് ചെയ്തു. ഇനി അത് മാത്രമല്ല, നമുക്ക് നേരെ ക്രോപ്പ് ടൂൾ ചെയ്തു. ഇനി ഇപ്പം ഈ ഒരു ഫ്രെയിം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വലുതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ടോപ്പിലേക്ക് പോയാൽ അവിടെ വലുതായി. അത്രയും ഫ്രെയിം നമുക്ക് ആഡായി കിട്ടി. കണ്ടോ, ഇത്രയും ഫ്രെയിം നമുക്ക് ആഡായി കിട്ടി. കണ്ടോ, ഇത്രയും ഫ്രെയിം നമുക്ക് എക്സ്ട്രാ കിട്ടി. ക്രോപ്പ് ടൂൾ കൊണ്ട് നമുക്ക് ക്രോപ്പ് ചെയ്യാനും കഴിയും, അതേപോലെ തന്നെ എക്സ്ട്രാ ലാർജ് ആക്കാനും കഴിയും നമ്മുടെ ഫ്രെയിം. ഇനി അടുത്തത് പെർസ്പെക്റ്റീവ് ക്രോപ്പാണ്. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു സംഭവം സെലക്ട് ചെയ്തു. ഇനി നമുക്ക് നേരെ അതങ്ങ് കണ്ടോ, ഇതുപോലൊക്കെ നമുക്കിതാ, അതായത് ഒരു സൈഡ് വ്യൂ ഉള്ള ഒരു TV എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് സ്ക്വയർ റെക്റ്റാങ്കിൾ ആയിരിക്കില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതേപോലെയൊക്കെ നമുക്കിതാ ഒരു ഇമേജ് ക്രോപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ചേഞ്ച് ചെയ്യണ്ടോ, അതേപോലെയൊക്കെ നമുക്ക് ഓരോ ഇമേജസും ക്രോപ്പ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഈ പെർസ്പെക്റ്റീവ് ടൂൾ. ഈ ഒരു 4 ടൂളാണ് നമുക്ക് ഇന്നത്തെ ഫോട്ടോഷോപ്പിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം പുറത്തുള്ള കാര്യങ്ങളും ഏറെക്കുറെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരു ഫ്രെയിം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു ഫയൽ നമ്മൾ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. നേരെ ഫയലിൽ പോവുക, സേവ് ആസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് Ctrl S പ്രസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരെ സേവ് ചെയ്ത് വെക്കണം ഈ ഓരോ ഫയലും. അല്ലെങ്കിൽ ഏത് നേരത്താണ് നമ്മൾ ചെയ്ത വർക്ക് മിസ്സായി പോകാൻ പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രെയിം പിക്സലൊക്കെ സെലക്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ പേര് ടൈപ്പ് ചെയ്തുകൊണ്ട് ആ പേര് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. നമുക്ക് എവിടേക്കാണോ ലൊക്കേഷൻ വേണ്ടത് അവിടേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. തൽക്കാലം ഡെസ്ക്ടോപ്പ് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഏത് ഫോർമാറ്റിലേക്കാണ്. കാരണം നമുക്ക് ഈ PSD ഉണ്ടോ, ഫോട്ടോഷോപ്പ് PSD ഫയൽ, അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടാൽ നമുക്ക് നേരെ ആ ഒരു ചെറിയൊരു ഫയൽ നമുക്ക് ഏത് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോയാലും, ഫോട്ടോഷോപ്പിൽ ഏത് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോയാലും അതിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കിട്ടും. അതായത് നമ്മൾ ചെയ്ത് വെച്ച ഓരോ ലെയറും നമുക്ക് അതേപോലെ തന്നെ കിട്ടും. വീണ്ടും നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫോർമാറ്റിൽ നമുക്ക് കിട്ടും. നമ്മൾ സേവ് കൊടുത്തു. മാക്സിമം കോമ്പാറ്റിബിലിറ്റിയിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, അത് സേവായി. ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് Ctrl S അടിച്ചു കൊടുക്കുക. അതായത് സേവ് ആസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റായിട്ട് സേവ് ചെയ്യുമ്പോഴുള്ള ഓപ്ഷനാണ്. പിന്നെ Ctrl S വെറും സേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് Ctrl സേവ്, ഇടയിലുള്ള അതുവരെ ചെയ്തത് സേവ് ആക്കുക. അതായത് ഫസ്റ്റ് നമ്മൾ സേവ് ആക്കിയ ആ ഒരു പ്രൊജക്റ്റ് മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഇതുവരെ ഏതാണോ ചെയ്തത് അതുവരെയുള്ള സംഭവങ്ങൾ സേവ് ആക്കുക. അതാണ് Ctrl S.
അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഏത് നേരത്താണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് പവർ കട്ടോ അല്ലെങ്കിൽ വൈറസ് അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം നമ്മൾ ചെയ്ത് വെച്ച വർക്ക് മിസ്സായി പോകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം അപ്പം അതാണ് ഇത്രയാണ് ഇന്നത്തെ ഒരു ട്യൂട്ടോറിയലിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ കാണാം. അപ്പോൾ എല്ലാവരും ഫോട്ടോഷോപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്വിക്ക് സെലക്ഷൻ ടൂളിൻ്റെ കൂടെ ഫോട്ടോഷോപ്പ് CC 2020 വേർഷൻ മുതൽ ഒരു ടൂളും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഒരു ടൂളിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിപ്പം ക്വിക്ക് സെലക്ഷൻ, അതായത് നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്ത് ഒരു കളറിൽ ഡ്രോ ചെയ്ത് സെലക്ട് ചെയ്യണം. മാജിക് ബാൻഡ് ആണെങ്കിൽ ആ ഒരു കളർ ഒറ്റ സെലക്റ്റിൽ നമുക്ക് പുതിയ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ ആ ഒരു ഓപ്ഷൻ എടുക്കുക. നമ്മൾ ഒബ്ജക്റ്റ് ഏതാണോ ആ ഒബ്ജക്റ്റിൻ്റെ നേരെ ആ ഒബ്ജക്റ്റിന് ചുറ്റും ഒരു ലൈന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് അത് പ്രോസസ്സ് ചെയ്തിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് മാത്രം നമുക്ക് സെലക്ട് ആയി കിട്ടും. അതാണ് ഫോട്ടോഷോപ്പ് 2020 മുതലുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എല്ലാവർക്കും ഫോട്ടോഷോപ്പ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് മുമ്പേ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് പുറമെ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് കൂടി ഉണ്ട്. അതായത് മലയാളി മാസ്റ്റർ തന്നെയാണ് നമുക്ക് ഫേസ്ബുക്ക് പേജിൻ്റെ ID. അപ്പോൾ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന എല്ലാവരും നേരെ ഫേസ്ബുക്കിലേക്ക് കയറുക, പേജൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെ വീഡിയോസ് നമ്മൾ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക, വീഡിയോസൊക്കെ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരൊക്കെ നേരെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവരും കയറുക, ഫോളോ ചെയ്യുക. അപ്പം ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൽ നല്ല വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതിരിക്കും ദിസ് ഈസ് സൈനിങ് ഓഫ്.